ഡേയ് അവന്മാരെന്തരാന്ന് വെച്ചാൽ കാണിക്കട്ടെ, എനിക്ക് ഒരു വിഷയമില്ല. ഒന്നാമതേ വീട്ടിൽ ചെറിയൊരു കലിപ്പ് കിടക്കണം, അല്ലെങ്കിൽ അവന്മാരെ കാണിച്ചു കൊടുക്കായിരുന്നു. വീട്ടിനകത്ത് വിളിച്ചിരിക്കുകയായിരുന്ന ഡേയ് എൻ്റെ അച്ഛൻ്റെ പേരെ ബാലചന്ദ്രൻ തമ്പി എന്നാണ് കേട്ടാ. ആ ശരി ശരി വെച്ചിട്ട് പോടൂ. പേടിച്ച് വീട്ടിലിരിക്കുക ബാലചന്ദ്രൻ തമ്പിയുടെ നോക്ക്. പിന്നെ അച്ഛന്റെ പേര് പൊക്കി പിടിച്ചോണ്ട് നടക്കാണ്. നാണക്കേടാവും ചെറുക. മാമ അങ്ങോട്ട് കേട്ട മാമ ചുമ്മാ അച്ഛൻ്റെ പേര് കുഴപ്പം ചുമ്മാ വിളിച്ചേ. ഞാൻ വിചാരിച്ച അവന്മാരെ കണ്ട വന്നെന്ന്. അവന്മാരെ അങ്ങനെയൊന്നും കേറി വരൂല. ഇതേ മൊട്ടപാലുവിന്റെ വീടാ. മൊട്ടപാലുവോ? എല്ലാത്തിന്റെ ഒരു കളിതമാശ. മൊട്ടപാലു പോലും. എന്നാലും ഇവനിത് ഇവിടെ പോയിരിക്കുന്നു. ചുമ്മാ നമ്മളെല്ലാം പേടിപ്പിക്കാനുള്ള നമ്പർ അമ്മ. ദേഷ്യം വന്ന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടല്ല, ചുമ്മാ കിടന്ന് ചാടിക്കൊണ്ടിരിക്കും. അതാണ് എനിക്കും പേടി. ദേഷ്യം വന്ന് അവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ ഇവിടെ ഉള്ളത് ഒരു ധൈര്യമായിരുന്നു. ഒന്നാമതമ്മ ഹോട്ടലിൽ പണി നടക്കുന്ന സമയം അളിയനാണ് ഓരോന്ന് ഏറ്റുപിടിച്ചേക്കണേ. ഈ സമയത്ത് ഇങ്ങനെയൊക്കെ കാണിച്ച് എന്തോ നീ രണ്ടുപേരും കൂടെ സൂപ്പർ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാ, പാളിപ്പോയി. അവസാനം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ റെസ്റ്റോറൻറ്റ് ശരിയാക്കി കൊടുത്തു. എന്നിട്ടും അളിയനും തോളത്ത് കൈയിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യണ്ടായിരുന്നു. നമ്മളോടൊന്നും ചോദിച്ചൊന്നുമില്ല, നമ്മളോട് പറയാനും പോയില്ല. നീ നേരെ വാറൊന്നും പറയില്ല, ചുമ്മാ കുറ്റം പറയാൻ വേണ്ടിയിട്ട് വാറക്കും. ഞാനൊന്നും പറയാനില്ല, പറഞ്ഞാൽ ശരിയാവില്ല. പറഞ്ഞാൽ ശരിയല്ലെങ്കിൽ നീ എൻ്റെ ഇന്ന് വാങ്ങിക്കുകയും ചെയ്യും. അങ്ങനെ പറ്റി താ അമ്മ നിൽക്കണല്ലേ, ഞാൻ തന്നേനെ ഇപ്പോൾ. ചുമ്മാ ഇരുന്നോണം, ഞാൻ ഭ്രാന്തെടുത്ത് നിൽക്കുകയാണ് കേട്ടാ. അല്ലെങ്കിൽ ഭ്രാന്ത് ഇല്ലാത്ത പോലെ ഭ്രാന്തെടുത്ത് നിൽക്കുകയാണെന്നല്ലെങ്കിലും എനിക്കറിയാം. ആഹാ, നിങ്ങൾ തമ്മിൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ? അമ്മമ്മ കാണാത്തത് കൊണ്ടാ. ഇവര് തമ്മിൽ വഴക്കിട്ടാണ്ടല്ല. പിന്നെ ഞാനും കേശൊക്കെ അങ്ങ് മാറി നിന്നാ മതി. അങ്ങമാതിരി അടിയാണ് ഇവർ രണ്ടുപേരും. ഇത് എഞ്ചിനീയർ ആണല്ലോ വിളിക്കണ, ബാലുവിന്റെ. എടുക്ക്. ഹലോ. ആ ഞാൻ വീട്ടിലാണ്. ബാലു ഇവിടെ ഇല്ലല്ലോ. ആണോ? ആ ഞാൻ വിളിച്ചു ചോദിച്ചിട്ട് പറ. ശരി ശരി ശരി. എന്താ മോളെ? ബാലുവിന്റെ എഞ്ചിനീയറാ വിളിച്ചത്. എന്താ പറഞ്ഞേ? ബാലു അയാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞ് ഞാനിനി സൂപ്പർവൈസർ പണിക്ക് വരുന്നില്ല, എനിക്ക് വേറെ ജോലിയൊക്കെ കിട്ടിയെന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ ബാലുവിൻ്റെ സംസാരത്തിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് എന്തൊക്കെയോ കഴിച്ചിട്ട് പറയണോ ഫീൽഡ് പുള്ളിക്ക് തോന്നിയെന്ന്. പുള്ളി അത് അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചത്. എൻ്റെ ദേവി, ഓ ഇവന് വേണ്ടി ഞാൻ നിന്റെ നടയിൽ എന്തും വേണ്ടി വഴിപാട് നടത്തി. എന്തോ പോലെ അമ്മ ടെൻഷൻ അടിക്കണ്ട. ബാലു ഇപ്പോൾ ഇവിടെ നിന്ന് മാറി നിൽക്കല്ലേ, അതുകൊണ്ട് ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും. അതിവിടെ വരുമ്പോൾ അങ്ങ് മാറിക്കോളൂ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.